നമുക്കൊരു KPCC അധ്യക്ഷനുണ്ട്, സണ്ണി ജോസഫ്. KPCC അധ്യക്ഷനാണല്ലോ കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാന വാക്ക്. അതിനു മുകളിൽ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ഇനി KC വേണുഗോപാൽ, സൂപ്പർ ഹൈക്കമാൻഡ് സോണിയാഗാന്ധി, അവരൊക്കെ ഉണ്ട്. എങ്കിലും സണ്ണി ജോസഫിന്റെ വാക്കുകൾ അങ്ങനെ തൃണവൽഗണിക്കില്ലല്ലോ ആളുകൾ. സണ്ണി ജോസഫിനോട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഒരു 40% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു സണ്ണി ജോസഫ് പറഞ്ഞു. അൻവറിന്റെ വോട്ടുകൾ അൻവറിനെ ഒപ്പം നിർത്തണമായിരുന്നു, ആ നിർത്താൻ കഴിയാതെ പോയതിൽ സങ്കടമുണ്ട് എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതായത് PV അൻവറിനെ ഒപ്പം നിർത്തിയിരുന്നുവെങ്കിൽ, അതായത് UDFന്റെ ഭാഗമാക്കിയിരുന്നുവെങ്കിൽ വിജയം ഇതല്ല, ഈ 11,000 അല്ല, ഒരു 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും UDF വിജയിക്കുക. PV അൻവറിന് പിടിച്ച വോട്ടുകൾ 19,000-ലധികം വോട്ടുകൾ PV അൻവർ പിടിച്ചു. ആ വോട്ടുകളൊക്കെ ആരുടേതായിരുന്നു? UDFന്റേതായിരുന്നു, ഇടതുമുന്നണിയുടെ വോട്ടല്ല. UDFന്റെ വോട്ടുകളാണ് PV അൻവർ പിടിച്ചത്. UDFന് ലഭിക്കുമായിരുന്ന വോട്ടുകൾ. ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ തന്നെയായിരുന്നു PV അൻവർ കച്ചകെട്ടി ഇറങ്ങിയത്. PV അൻവർ മറ്റേതെങ്കിലും പറയുമായിരിക്കാം. സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ, PV അൻവറിനെ ഒപ്പം നിർത്തിയിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം 25,000-ലും മുകളിൽ പോയേനെ. പക്ഷേ ഒരേ ഒരാൾ ഇടങ്കോലിട്ടു. ആരാണ്? VD സതീശൻ. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, അയാളുടെ താല്പര്യമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് PV അൻവർ ഗെറ്റ് ഔട്ട് അടിക്കപ്പെട്ടത്, പടിക്ക് പുറത്തു നിർത്തേണ്ടി വന്നത്. അതുകൊണ്ട് PV അൻവറിനെ ഇനിയും ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ UDFും തയ്യാറാണ്. വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്ന പ്രയോഗമൊക്കെ VD സതീശൻ്റെതാണ്. അതിനൊരു താക്കോലുണ്ട്. ആ താക്കോൽ പൊസിഷനിൽ ഇരിക്കുന്നത് ആരാണ്? സണ്ണി ജോസഫാണ്. അതുകൊണ്ട് താക്കോലുണ്ടല്ലോ, വാതിൽ ചാരുകയോ അടയ്ക്കുകയോ എന്തുമാകട്ടെ, വാതിൽ ആവശ്യത്തിന് തുറക്കാൻ താക്കോലുണ്ടല്ലോ. ആ താക്കോൽ വെച്ച് തുറക്കാൻ സണ്ണി ജോസഫിന് അറിയാമെന്ന് ആദ്യമായി അദ്ദേഹം വലിയ ശബ്ദത്തിലും വലിയ പവർഫുൾ ആയിട്ടും ഒരു വേർഡ് പറഞ്ഞു. താക്കോലുണ്ട്, താക്കോൽ വെച്ച് വാതിൽ തുറക്കാൻ കഴിയും. അതുകൊണ്ട് അൻവറിനെ ഉൾപ്പെടുത്തുന്ന കാര്യം ഇനിയും ആലോചിക്കുമെന്നാണ്. ഇനി അൻവർ വരുമോ വരില്ലയോ എന്നുള്ളതൊക്കെ ഇനിയുള്ള കാര്യം, അത് അൻവർ നോക്കിക്കോളും. ഏതായാലും സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന ഈ ദിവസം 40% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്, അൻവറിനെ ഒപ്പം കൂട്ടണമായിരുന്നു. അൻവറിനെ ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിൽ വിജയത്തിളക്കം ഇതിനേക്കാൾ 10 മടങ്ങ് ശോഭയുണ്ടാകുമായിരുന്നു. അൻവറിനെ ചവിട്ടി പുറത്താക്കിയത് VD സതീശൻ ഒരാളാണ്. അതുകൊണ്ട് ഇനി അതുണ്ടാകില്ല, വാതിൽ അടച്ചിടില്ല, താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആവശ്യത്തിന് വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാണെന്നാണ്. ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞല്ലോ, M സ്വരാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് UDFനകത്ത് പടലപ്പിണക്കങ്ങളും തമ്മിലടിയും തുടങ്ങിക്കഴിഞ്ഞു. അവിടെ VD സതീശൻ എന്ന കരിങ്കാലി ചെയ്തു വച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എണ്ണി ഓരോ ആളുകൾ മറുപടി പറഞ്ഞു തുടങ്ങി. ആദ്യം പറഞ്ഞത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. ഇനിയും പല നേതാക്കളും പലതും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അൻവറിന്റെ ഭാവി ഉറപ്പിച്ചു കഴിഞ്ഞു. അൻവർ ഒരു ബെർത്ത് UDFൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് കണക്ക് കൂട്ടാം.